Stars on Air. Stars on Air. The Celebrity Talk Show. With RJ Tushara. റേഡിയോ മലയാളം 98.6 ഇത് സ്റ്റാർസ് ഓൺ എയറിന്റെ ടൈമാണ്. വിത്ത് മീ RJ തുഷാര. ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന താരം ഡയറക്ടർ മുഹഷിൻ ആണ്. വെൽക്കം ടു സ്റ്റാർസ് ഓൺ എയർ. ഓക്കെ, വള എന്ന ഈ സിനിമയെ കുറിച്ച് ഇതിന്റെ അധികം സസ്പെൻസ് ഒന്നും പുറത്തു വിടാണ്ട് ജസ്റ്റ് ഒരു ജിസ്റ്റ് നമുക്ക് പറഞ്ഞു തരുമോ? ഈ സിനിമ കഠിനാടകത്തിന് ശേഷം ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ പടമായിട്ടുള്ളത്. ലുക്മാൻ, വിജയരാഘവൻ, ധ്യാൻ ശ്രീനിവാസൻ, ശാന്തി ചേച്ചി, അർജുൻ, അങ്ങനെ ഒരു കുറച്ചധികം കഥാപാത്രങ്ങളും കുറച്ചധികം ആർട്ടിസ്റ്റുകളും എല്ലാവരും ഉള്ള ഒരു കുറച്ച് വലിയ എന്ന ചെറിയ സിനിമയാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് വലിയ എന്ന ചെറിയ സിനിമയാണെന്ന്. ബ്യൂട്ടിഫുൾ. ഈ ഒരു സ്റ്റാർ കാസ്റ്റിനെ കുറിച്ച് തന്നെ എനിക്ക് തോന്നുന്നു പറഞ്ഞു പോവാം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റാർ കാസ്റ്റ്. എന്ന് വെച്ചാൽ ഓരോ ആളുകളുടെ പേര് കേൾക്കുമ്പോഴും നമ്മളിങ്ങനെ വാവ് എന്നാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു വിജയരാഘവൻ ആൻഡ് ശാന്തി കൃഷ്ണ, ഇവരുടെ ഈ ഒരു കോമ്പിനേഷൻ അത് പേർപ്പസ്ലി ചെയ്ത ഒരു കോമ്പിനേഷൻ ആയിരുന്നു. മനസ്സിൽ അത് തന്നെയായിരുന്നു ആദ്യം, അതോ നാച്ചുറലി സംഭവിച്ചതാണോ? ഞാൻ ഇത് ഇങ്ങനെ ഈ കാസ്റ്റ് ഓപ്ഷൻസ് ഇങ്ങനെ വന്നപ്പം ഇവർ തമ്മിൽ പെയർ ചെയ്തിട്ടുള്ള കാസ്റ്റിംഗ് വന്നിട്ടുള്ളത് ഏതാണെന്നുള്ളത് ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സാധനം കിട്ടിയില്ല. ഒരു പക്ഷെ ഉണ്ടാവുമായിരിക്കാം. വളരെ സീനിയർ ആയിട്ടുള്ള, എന്നാൽ ഒരുപാട് കാലമായിട്ട് മലയാള സിനിമയിൽ ഇപ്പോഴും വളരെ ലൈവായിട്ട് ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രില്യൻ ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ ഇവർ രണ്ടാളും ഒരു ഫ്രെയിമിൽ വന്നപ്പോ അതിനൊരു ക്യൂട്ട്നെസ് ഉണ്ടാവുമെന്ന് ഇങ്ങനെ തോന്നി. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. കഠിനകടൂരം ഈ അണ്ടകടാഹം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും യു ആർ വർക്കിംഗ് വിത്ത് റൈറ്റർ ഹർഷദ്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ ഇതിൽ ശരിക്കും എന്തായാലും ഞാൻ തന്നെ ഈ ഒരു സ്റ്റോറി പറയണമെന്ന് തോന്നിപ്പിച്ച ഒരു മൊമെന്റ് ഏതായിരുന്നു? ഞാൻ തന്നെ ഈ സ്റ്റോറി പറയണം എന്ന് തോന്നിപ്പിച്ച മൊമെന്റ് അല്ല. ഹർഷദ് ഖാൻ എപ്പോഴും ഞാൻ ഹർഷദ് പറയാറുണ്ട്, ഹർഷദ് സിനിമകളിൽ ഭയങ്കര ലൈഫ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ ലൈഫ് തന്നെയാണ് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇതിലേക്ക് വരാനുണ്ടായിട്ടുള്ള മെയിൻ റീസണും. ഈ ഒരു മൂവിനെ നമുക്ക് ഏതൊരു ജോണറിൽ ശരിക്കും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? അങ്ങനെ ചോദിക്കരുത്. ഒരു ജോണർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതില് കൃത്യമായിട്ട് വേണ്ട വിധത്തിൽ ആക്ഷൻസ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, പ്രണയം, മൂന്നുപേരുടെയും പ്രണയം അതിഭീകരമായി സംസാരിക്കുന്നുണ്ട്, ഫാമിലി ഓറിയന്റഡ് ആണ്, ഫണ്ണും ഉണ്ട്, കുറച്ചൊരു മിസ്റ്ററി ഫീലും ഉണ്ട്. അപ്പൊ ഇതിനെ മൊത്തത്തിൽ നമ്മൾ കൊണ്ടുവരുമ്പോ എങ്ങനെയാ? ശരിയാണ്, ഇപ്പൊ എനിക്ക് മനസ്സിലായി. സോറി, തെറ്റെന്റെ ഭാഗത്തായിരുന്നു. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഓഫ് കോഴ്സ് വലിയൊരു ചർച്ചയായി മാറിയിരിക്കുന്നത് ഈ ഒരു സിനിമയുടെ പാട്ടുകൾ തന്നെയാണ്. ഓരോ പാട്ടുകളും ദാസ്താൻ തൊട്ട് ഇപ്പോൾ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എവറി സോങ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ഗോവിന്ദ് വസുദേവയുടെ മ്യൂസിക്കിലാണ് ഈ ഒരു ഇതിനകത്തെ പാട്ടുകൾ വന്നിരിക്കുന്നത്. ഐ ഹേർഡ് ഹി ഈസ് ആക്ടിങ് ഓൾസോ ഇൻ ദിസ്. അത് ശരിയാണോ? ഓ വാവ്, ഓക്കെ. ആക്ച്വലി അത് ഗോവിന്ദ്, ഞാൻ ആ സാധനം ചെയ്യാൻ വേണ്ടിട്ട് അതൊരു സ്പെഷ്യൽ അപ്പിയറൻസാ. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതേപോലത്തെ ഒരു ക്യാരക്ടർ വേണമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഗോവിന്ദിന്റെ അടുത്ത് ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചോണ്ടിരുന്നപ്പോ ഗോവിന്ദാണെങ്കിൽ ഭയങ്കര മടിയനായിട്ടുള്ളൊരു കക്ഷിയായി അഭിനയിക്കാന്നൊക്കെ പറയുന്ന കാര്യത്തില്. അപ്പം ഞാൻ വളരെ നൈസായിട്ട് രഞ്ജുവിന്, ഗോവിന്ദിന്റെ വൈഫിനെ എല്ലാം അപ്രോച്ച് ചെയ്തു. അപ്പൊ അന്ന് ഗോവിന്ദിന്റെ വൈഫ് ക്യാരിങ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രഗ്നൻസി വിഷ് ആയിരുന്നു രഞ്ജിനിയുടെ. അങ്ങനെയാണ് ഗോവിന്ദ് ഇതിലേക്ക് എത്തുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് പാട്ടുകളെ കുറിച്ച് പറയുന്ന സമയത്ത് താങ്കളുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടോ ഇതിനകത്തെ ആൽബത്തിൽ നിന്നും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സോങ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ? എനിക്ക് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ചിത്ര ചേച്ചിയുടെ ഒരു പാട്ട് വരാനുണ്ട്. അത് എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ്, ഒരു മെലോഡിയസ് പീസാണ്. നമ്മൾ നേരത്തെ കഠിനകടോരത്തിലെ സ്വർഗ്ഗക്കത്ത് എന്ന പാട്ട് കേട്ടിട്ട് വന്നു. ഇനിയിപ്പോ എന്തായാലും അതിന്റെ മറുപടി പാട്ടിലേക്ക് പോകണം. ബട്ട് ബിഫോർ ദാറ്റ് ലെറ്റ് മീ ആസ്ക് യു, അതുപോലത്തെ ഒരു പാട്ട് ഈ ഒരു സിനിമ വള എന്ന ഈ ഒരു സിനിമയിലും ഉണ്ട് എന്ന് ഞാൻ കേട്ടു. ഒരു പാട്ടിന്റെ സെയിം മ്യൂസിക്കിൽ രണ്ട് പാട്ടുകൾ, മറുപടിയും അതിന്റെ റിപ്ലൈ ലെറ്ററും അതിന്റെ ലെറ്ററും ആയിട്ടുള്ള ഒരു സാധനം. സെയിം മീറ്ററിൽ തന്നെ നമ്മൾ ഇതിലും അതേപോലെ തന്നെ ഒരു പരിപാടി പിടിച്ചിട്ടുണ്ട്. ഒരു പാട്ടിന്റെ തന്നെ രണ്ട് വേർഷൻസ്, രണ്ട് ചിത്ര ചേച്ചിയാണ് അതിന്റെ റിപ്ലൈ വേർഷൻ എന്നുള്ള അർത്ഥത്തിലുള്ള സാധനം പാടിയിട്ടുള്ളത്. അപ്പം ശരിക്കും കത്തുപാട്ടിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അതും ഐ റിമെമ്പർ, അത് ഇറങ്ങിയ സമയത്ത് ഇത് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു പെയിനോ എന്തൊക്കെയോ ഇമോഷൻസ് നമ്മളിൽ ഉണ്ടാക്കിയ ഒരു പാട്ടാണ്. നമ്മളൊക്കെ ലൂപ്പിൽ ഇപ്പോഴും ഇട്ടുകൊണ്ട് കേൾക്കുന്ന ഒരു പാട്ടാണ്. ഈ കത്ത് പാട്ടും ഇതിന്റെ മറുപടി പാട്ടും ഉണ്ടായ ആ ഒരു കഥ നമുക്കൊന്ന് പറഞ്ഞു തരാമോ? ഞാൻ ആദ്യം കഠിനകടോരത്തിന്റെ സ്ക്രിപ്റ്റ് പറയുന്നത് ഗോവിന്ദിന്റെ അടുത്താണ്. ഗോവിന്ദാണ് ദ വെരി ഫസ്റ്റ് ഇന്നായിട്ടുള്ള മനുഷ്യൻ. ആർട്ടിസ്റ്റുകൾ ഇന്നാവുന്നതിന് മുന്നേ ഗോവിന്ദാണ് ഇന്നായിട്ടുള്ളത്. അപ്പം ഗോവിന്ദിന്റെ അടുത്ത് ഈ കഥ പറഞ്ഞു. ഗോവിന്ദ് വളരെ അധികം ഇമോഷണൽ മനുഷ്യനായതുകൊണ്ട് പെട്ടെന്ന് അത് കണക്ട് ആവുകയും പിന്നീട് എനിക്ക് ഒരു സാധനം അയച്ചെറിയുകയും ചെയ്തു. എന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, ഈ ട്രാക്ക് ഒന്ന് കേട്ടു നോക്കിയേ, നമ്മുടെ പടത്തിന് ആപ്റ്റ് ആവോ എന്നുള്ള സാധനം ഒന്ന് കേട്ടു നോക്കിയെന്ന് പറഞ്ഞു. അത് എക്സാക്ട്ലി നമ്മുടെ പടത്തിന് വേണ്ടി ചെയ്ത സാധനം തന്നെ ആയിരുന്നു. കേട്ടപ്പോ തന്നെ അത് മനസ്സിലായി. അപ്പം പരാരിയുടെ ആയിരുന്നു വരികള്.
പിന്നെ അങ്ങനെ 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 അങ്ങനെയാണ് അത് ഇറങ്ങിയത്. അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിന്റെ ടൈറ്റിലിനെ കുറിച്ചാണ്. വളയാണല്ലോ ഇതിലെ താരം, അപ്പൊ ഈ ടൈറ്റിൽ തന്നെയായിരുന്നു ആദ്യം തൊട്ട് മനസ്സിലുണ്ടായിരുന്നത്? അയ്യോ, ടൈറ്റിലിന്റെ കാര്യത്തിൽ ഇനി എന്റെ അടുത്ത് ചോദിക്കാതെ ടൈറ്റിൽ തന്നെ വേറെ ഒരു മാറ്റവും ഇല്ല. ആണല്ലേ? കാരണം വീണ്ടും നമ്മൾ ടൈറ്റിലിന്റെ മുകളിൽ കഴിഞ്ഞ തവണ വാപ്പ എന്നുള്ള പേരിൽ നിന്നും കഠിന കഠോരമി അണ്ടകടാഹം എന്ന് പറയുന്ന പേരിലേക്ക് എത്തിയപ്പോണ്ടായിരുന്നൊരു ഭയങ്കരമായ ട്രോമയുണ്ട്. സ്റ്റിൽ ആ ട്രോമ ഓണ്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരു സാധനം. അപ്പൊ ഇത് തന്നെയായിരുന്നു, വേറെ ഒന്നുമില്ല, വേറെ നോ അതർ ഓപ്ഷൻ. ബിഹൈൻഡ് ദ സീൻസ് ആസ് എ ഡയറക്ടർ താങ്കളുടെ ഒരു വർക്കിംഗ് സ്പേസ് എങ്ങനെയാണ്? ഭയങ്കര ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആണോ, അതോ ഗോ വിത്ത് ദ ഫ്ലോ കൈൻഡ് ഓഫ് ഒരു മാൻ ആണോ? ഒരു ഡയറക്ടറും ഗോ വിത്ത് ദ ഫ്ലോയിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് വേണ്ട സംഗതികൾ കിട്ടുന്നത് വരെ ഷൂട്ട് ചെയ്യാം എന്ന് പറയുന്നതാണ് എല്ലാ ഡയറക്ടേഴ്സിന്റെയും ഫസ്റ്റ് പരിപാടി. പിന്നീട് സാഹചര്യങ്ങൾ വളരെ മോശമായി വരുന്ന സമയത്തായിരിക്കും ഓക്കെ അതൊക്കെ മതി എന്ന് പറഞ്ഞ് പോവൽ ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എനിക്ക് വേണ്ട സാധനം കിട്ടുന്നവരെ ഷൂട്ട് ചെയ്യാം എന്നുള്ളൊരു പാറ്റേൺ ആണ്. വള എന്ന ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ആസ് എ ക്രിയേറ്റർ വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ? അതായത് ഇപ്പം ഈ ഒരു സിനിമ, വള എന്ന് പറയുന്ന ഈ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് ഇറങ്ങുന്ന ഒരാൾ എന്തായിരിക്കും അവരുടെ ഒരു ടേക്ക് അവേ ഫ്രം ദ മൂവി? ഈസ് യുവർ എക്സ്പെക്ടേഷൻ? ഇപ്പൊ ഇതില് കഠിന കഠോരം നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴും ചെയ്യുമ്പോഴും ഒക്കെ ഇറ്റ്സ് നോട്ട് ഫോർ ദ തിയേറ്റർ എന്നുള്ളത് നമുക്ക് ഷുവർ ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ തിയേറ്ററിൽ ഇതിന്റെ ഒരു വിജയം എന്ന് പറയുന്ന സംഗതിയിൽ നമ്മൾ ആരും അത്ര കൺസേൺ ആയിരുന്നില്ല. പിന്നെ പടം ഷൂട്ട് കഴിഞ്ഞു, ഫസ്റ്റ് എഡിറ്റ് കഴിഞ്ഞപ്പോ തന്നെ സോണി പിക്ചേഴ്സ്, സോണി ലീവ് അത് പർച്ചേസ് ചെയ്തു. അപ്പൊ അതോടുകൂടി നമ്മൾ ഹാപ്പി ആയി. കാരണം നമ്മൾക്ക് എന്തെങ്കിലും ഇത് തിയേറ്ററിൽ ഒരു ബൂസ് ബം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് പടമല്ല, കുറച്ചും കൂടെ റോ ആണ് എന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് അതങ്ങനെ പോയി. തിയേറ്ററിൽ അത് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാതെ പോവുകയും എന്നാൽ സോണി ലെവൽ അത് വന്ന സമയത്ത് ഭയങ്കരമായിട്ട് അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ പടത്തിലേക്ക് വരുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഡിസൈൻഡ് ഫോർ തിയേറ്റർ ആണ്. അപ്പൊ അതിന്റെ ഗൂസ്ബം മൊമെന്റ്സുകളും ലുക്കുവിന്റെ ആക്ഷൻസും അബു സലീമിന്റെ ആക്ഷൻസും ധ്യാനിന്റെ ധ്യാനൊരു വേറെ തന്നെ ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ ഇതിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള ടിപ്പിക്കൽ ധ്യാനിന്റെ അപ്പുറത്ത് വേറൊരു ധ്യാനിനെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പിന്നെ വിജയരാഘവന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻസ് പ്ലസ് ഇമോഷണൽ പാർട്ട് എന്നൊക്കെ പറയുന്ന സംഗതികളെല്ലാം ബ്ലെൻഡഡ് ആണ് ഇതിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ തിയേറ്ററിലായിരിക്കും ഇത് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ലത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാർ ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് ഇമോഷൻ ക്യാരി ചെയ്തുകൊണ്ടായിരിക്കും പോവാ, കഠിനത്തിന്റെ അത്ര ഇല്ലെങ്കിലും. നമ്മള് സിനിമ എപ്പോഴും ഒരാളത് ക്യാരി ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന ആഗ്രഹത്തിലാണ് ഞാൻ സിനിമ എപ്പോഴും ചെയ്യാറ്. അപ്പൊ അയാൾ 1.5 മണിക്കൂർ അവിടെ ഇരുന്നു അല്ലെങ്കിൽ 2 മണിക്കൂർ അവിടെ ഇരുന്നിട്ട് ഇറങ്ങി പോവാ എന്ന് പറയുന്നത്, അയാളുടെ ടൈം അവിടെ കളഞ്ഞിട്ട് അയാൾ പോവാന്ന് പറയുന്ന സിനിമ ചെയ്യാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. അയാൾ പോകുമ്പോൾ ആ സിനിമയെ എടുത്ത് വീട്ടിൽ പോയി ഒരു 2-3 ദിവസം അയാൾ അതിന്റെ കൂടെ ട്രാവൽ ചെയ്യണം എന്നുള്ളതാണ് എന്റെ ഒരു മൂഡ് അല്ലെങ്കിൽ ഒരു ഇഷ്ടം. അങ്ങനെയാണ്. അമേസിംഗ്. എന്തായാലും അതിന്റെ അടുത്ത ചോദ്യം കൈൻഡ് ഓഫ് അതിൽ തന്നെ ആൻസർ ചെയ്തു. ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു 3 റീസൺസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുമെന്ന് ചോദിച്ചു. 3-ലധികം റീസൺസ് തന്നു. സോ താങ്ക് യു ഫോർ ദാറ്റ്. താങ്കൾ ആസ് എ ഡയറക്ടർ കഠിന കഠോരം എന്ന ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്യുന്ന സമയത്ത് യു നോ ദ സ്റ്റോറി, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാം. എന്നാലും പേഴ്സണലി എന്തെങ്കിലും വളരെ ഇമോഷണൽ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സീനിൽ? അയ്യോ, അത് ഭയങ്കര രസമുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഒരു സീൻ അതില് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അതെല്ലാം 25 റേഞ്ച് ഓഫ് ലെൻസിലാണ് മൊത്തം ആ സീക്വൻസ് മൊത്തം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ വേറെ ഒരു ക്ലോസ് റേഞ്ചിലേക്കോ അല്ലെങ്കിൽ അതർ ലെൻസസിലേക്കോ ഒന്നും പോവാതെ 25-ൽ മാത്രം നമ്മൾ ആ സീൻസ് മൊത്തത്തിൽ ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അർഷദ് ഉണ്ട് എന്റെ അടുത്ത്. അപ്പൊ അർഷദ് ഇങ്ങനെ നോക്കി, അതങ്ങനെയല്ല. അപ്പൊ ഞാൻ പറഞ്ഞ അർഷദ് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിർത്തി. അത് കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് ഞാൻ അർഷദ് കാണിച്ചു കൊടുക്കുന്നു. അശേഖിനടുത്ത് അശേഖൊക്കെ ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ളൊരു സീനായിരുന്നു ആ ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്. അത് കണ്ടു, അയാൾ എന്റെ കൈ പിടിച്ചിട്ട് പുറത്തേക്ക് ഓടി നേരെ ബീച്ചിന്റെ അടുത്ത് പോയിരുന്നു. അവിടെ മൂപ്പരെന്നെ ഹഗ് ചെയ്തിട്ട് പറഞ്ഞ് മൂപ്പർക്ക് ഭയങ്കര ഇമോഷണൽ ആവുന്നു, കരച്ചിൽ വരുന്നു. ഷൂട്ടിംഗ് പ്രോസസ്സിൽ സംഭവിച്ച സംഗതി അതെന്നെ വല്ലാതെ ഹൈ ആക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അത് മൂപ്പരുടെ പേഴ്സണൽ ലൈഫിൽ സംഭവിച്ചൊരു ഇൻസിഡന്റ് ആയിരുന്നു. അപ്പൊ അത് മൂപ്പർക്ക് കൂടുതൽ കണക്ട് ആവുകയും അതിന്റെ സോളിൽ തൊടുകയും ചെയ്തോടുകൂടിയിട്ട് മറക്കാനാവാത്തൊരു സംഭവമായിരുന്നു. ഇപ്പൊ പറഞ്ഞ പോലെ അത്രയും റിയലിസ്റ്റിക് ആയതുകൊണ്ടും കൂടെയാണ് നമ്മൾക്കും അത് ഭയങ്കര പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റി. ഇപ്പം നമ്മളിൽ പലർക്കും ചിലപ്പോൾ അതുപോലത്തെ ഒരു
എക്സ്പീരിയൻസ് ഉണ്ടായില്ലെങ്കിൽ പോലും ഇറ്റ് കണക്റ്റഡ് സോ മച്ച് എന്നുള്ളതാണ്. സോ താങ്ക് യു ഫോർ ദാറ്റ്. ആൻഡ് ഫൈനലി ഇതല്ലാണ്ട് ഇനി ബാക്കി അപ്കമിങ് പ്രോജക്റ്റുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് പ്രോജക്റ്റുകൾ ഉണ്ടോ? നെക്സ്റ്റ് പടം ലുക്കുമായിട്ട് തന്നെ. ഓ നൈസ്. ഓക്കെ. ലുക്മാൻ എന്ന നടനെ മനസ്സിലാക്കിയത് ഈ പടത്തിനായിരുന്നു. അപ്പൊ അതുകൊണ്ട് അടുത്ത പടം അവനുമായിട്ട് തന്നെ കൈ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഓ വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് നമ്മുടെ കൂടെ ഇത്ര നേരം ജോയിൻ ചെയ്തതിന്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഖത്തർ മലയാളികളുടെ അടുത്ത് ഒന്നും കൂടെ പറയണമെങ്കിൽ പറയാം, നമ്മൾ ഈ ഒരു സിനിമ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക എന്നുള്ള കാര്യം. അപ്പൊ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, കഠിനത്തിന് നിങ്ങൾ എടുക്കാതെ മാറ്റിവെച്ച ടിക്കറ്റുകൾ ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് എടുക്കുക എന്നുള്ളതാണ്. കാരണം കഠിന അതിന് ശേഷമാണ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് അവര് മിസ് ചെയ്യാതെ ഈ സിനിമക്ക് ടിക്കറ്റ് എടുത്തോ, ധൈര്യമായിട്ട് നിങ്ങളെ നിരാശപ്പെടുത്തില്ല. അമേസിംഗ്. താങ്ക് യു സോ മച്ച് മോഷൻ. ഇത്ര നേരം നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് കുറേയധികം വിശേഷങ്ങൾ പറഞ്ഞു തന്നു. തിരക്കിലാണെന്നറിയാം, എന്നാലും നമുക്ക് വേണ്ടി സമയം മാറ്റി വെച്ചതിന് താങ്ക് യു സോ മച്ച്. ഓൾറൈറ്റ്, എന്നാലും ഡയറക്ടർ മോഷൻ ആയിരുന്നു ഇത്ര നേരം നമ്മുടെ കൂടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടുകൂടി നമ്മുടെ സ്റ്റാർസ് ഓൺ എയറിന്റെ ടൈം ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു സെലിബ്രിറ്റിയും കുറേയധികം വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാം. Till then, stay happy, stay positive, stay awesome and stay tuned to Radio Malayalam 98.6, Qatar's #1 radio station.